നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്നൊരു ചെറിയ ചിക്കൻ ബിരിയാണി വയ്ക്കാം. ഇത് എപ്പോഴും ഞാൻ വയ്ക്കുന്ന രീതിയിലല്ല വച്ചേക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ശകലം മുളക് പൊടിയും മഞ്ഞളും മസാലയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം അത് ചെറിയ തീയിൽ വറുത്ത് കോരാം. അതേസമയം തന്നെ കുറച്ച് സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കണം. അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് അതൊന്ന് വറുത്ത് കോരിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശകലം പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് വരും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കോരി മാറ്റാനും എളുപ്പമായിരിക്കും. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പുറത്ത് ഒരു കടായി വെച്ചിട്ട് അതിൽ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ ഒരു ചെറിയ സവാളയുടെ ഒരു പകുതി എടുത്ത് അതും ഒന്ന് വഴറ്റി അരിയും ഇട്ട് ഒന്ന് അരി പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു അര നാരങ്ങ നീര് അതിൽ ഒഴിക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം തന്നെ നമ്മളതിലേക്ക് ഒഴിക്കാൻ ശ്രമിക്കണം. കാര്യം അങ്ങനെ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അരിയുടെ വേവിന് മാറ്റം വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. പിന്നെ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ തവിയിട്ട് ഈ അരി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അത് ഉപ്പിടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. ശരിക്കും ഉപ്പിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്ത് ഉള്ളി മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് വന്നു എന്ന് കാണുമ്പോൾ തന്നെ അടച്ച് വെക്കണം. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ നായക്കുട്ടിയാണ്. നായക്കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, റോക്സി കുട്ടി. പിന്നെ നമ്മൾ ഒരു ശകലം അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരുവാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ ആർക്കും ഇത് അത്ര വലിയ ഇഷ്ടമല്ല. അവർക്ക് ഇതൊന്നും അതങ്ങനെ അരിയുടെ ഇടയിൽ അല്ലെങ്കിൽ ബിരിയാണിക്കിടയിൽ കടിക്കുന്ന അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കുക്കർ എടുത്ത് അതിൽ ഒരു 3 സവാള അരിഞ്ഞ് അത് ഇടുക. അത് നല്ലപോലെ വന്ന ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇടുന്നത്. അപ്പോൾ ഇത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിടണം. ഉപ്പിടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് വഴണ്ട് വരും. പിന്നെ ഈ സമയം നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സവാള നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മസാല കൂട്ടുകളൊക്കെല്ലാം ഇടണം. മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഇവിടെ നമ്മൾ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് വേണം ഉപയോഗിക്കാൻ. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇപ്പം ഞാനതിൽ 1.5 സ്പൂണ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, 1 സ്പൂണ് വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. ഞാനിതെല്ലാം ഓൾറെഡി അരച്ച് മാറ്റി വയ്ക്കും. കാര്യം എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഈ പണികളൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത് വയ്ക്കും. ഇപ്പം നമുക്ക് അപ്പുറത്ത് കാണാം, നമ്മൾ ചോറ് അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് കൊടുത്ത് അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മുളക് പൊടി ഇടുന്ന ടൈമിൽ ആണ് നമ്മൾ അതെല്ലാം ഇട്ടിട്ട് തക്കാളി ഇടുന്നത്. ഇത് ഞാൻ ചെയ്തേക്കുന്നത് തക്കാളി ഇട്ട ശേഷമാണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തത്. ശരിക്കും ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ രീതിയിലൊന്നും അല്ല ഉണ്ടാക്കിയത്. പക്ഷേ ഇത് നല്ലൊരു ബിരിയാണി ആയിരുന്നു സത്യത്തിൽ. മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. ഇതിൽ മുളക് പൊടിയൊന്നും നമ്മൾ ഇടുന്നില്ല. കാര്യം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ്റെ കളറ് പച്ച കളറിലാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. ഇത് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഈ സമയം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ആയിക്കോളും. നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ മല്ലിയില, പുതിനയില, പിന്നെ ശകലം കുരുമുളക്, പിന്നെ ഒരു 3 സ്പൂണ് തൈര്, ഇത്രയും നമ്മൾ ഇട്ട് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം.
ഇപ്പം നിങ്ങൾ കണ്ടത് ഗരം മസാലയാണ് ഇട്ടേക്കുന്നത്. ഗരം മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയാണ് ആ കുക്കറിൽ ഇട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനിൽ നിങ്ങൾ കണ്ടു കാണും, അതിൽ കരളൊക്കെ ഉണ്ടായിരുന്നു. ആ കരളൊന്നും ഞങ്ങൾ ബിരിയാണിക്ക് എടുക്കുന്നതല്ല, അതൊക്കെ എൻ്റെ റോക്സി കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഒഴിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ആ കൂട്ടുണ്ടല്ലോ, പുതിനയില, മല്ലിയില, തൈര്, കുരുമുളക്, ഇത്രയും കൂടെ ചേർത്താണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് തീ കൂട്ടി വെച്ച് ഈ ഇത് ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് തിള വരും എന്ന് കാണുമ്പോഴത്തേക്കും തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചിക്കൻ എടുത്ത് ഇതിലേക്ക് തട്ടണം. ശരിക്കും ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, പിന്നെ ഞാനൊരു രുചി കൂടാൻ വേണ്ടിയിട്ട് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടത് ഒരു തുള്ളി പഞ്ചസാരയാണ്. കാരണം നമ്മൾ ഇലകളൊക്കെ അല്ലേ ഇട്ടേക്കുന്നത്, ഒരു കുത്തു ചെവയൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച കുറച്ച് സവാള ഉണ്ടല്ലോ, അത് ഇടണം. അത് വേറൊരു ഫ്ലേവർ തരും നമ്മുടെ ബിരിയാണിക്ക്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുന്തിരി, അതും ഞാൻ ഈ ടൈമിൽ ഇടുന്നുണ്ട്. കാര്യം ഇവിടെ അധികമൊന്നും ആർക്കും താല്പര്യമില്ലാത്ത സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇടുന്നത് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഓവർ കുക്ക്ഡ് ആവണ്ട, കാരണം അത്രയും ഒരു ഇതായി കഴിഞ്ഞാലും വളരെ ബുദ്ധിമുട്ടാണ്, ഹാർഡായി പോകും. അതുകൊണ്ട് നമുക്ക് ചിക്കനും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അത് കറക്റ്റായിട്ട് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾ ഈ ടൈമിൽ നോക്കണം. കാര്യം പിന്നീട് നിങ്ങൾക്ക് റൈസ് ഇതിൻ്റെ പുറത്ത് ഇട്ട് ദം ചെയ്ത് എടുക്കാനുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ ശരിക്കും എനിക്ക് ദം ചെയ്യാനുള്ള ഫെസിലിറ്റിയൊന്നുമില്ല, അപ്പോൾ ഞാനത് അങ്ങനെയല്ല ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, മുന്തിരി വറുത്ത് കോരി വെച്ച മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും റൈസിലിട്ട് കഴിഞ്ഞാൽ അത് നോക്കിയെടുത്ത് കഴിച്ചിട്ട് മാറ്റി കളയും. അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് മൂടി വയ്ക്കാം. ഈ സമയത്ത് വിസിലൊന്നും ഇടരുത്. വിസിലിട്ട് കഴിഞ്ഞാൽ ചിക്കൻ ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകും. നമുക്ക് അത്രയും ആവശ്യമില്ല, അത്രയും കുഴയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ അടപ്പ് മാറ്റി നോക്കുക. നമ്മുടെ ചിക്കനിൽ നല്ലപോലെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ അങ്ങ് വറ്റും. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിരുന്നാലും ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർക്കിഷ്ടം കുറച്ച് ഡ്രൈ ആവാത്ത, അതായത് അരപ്പെല്ലാം പുരണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവർക്കിഷ്ടം. നമ്മൾ കുറച്ചും കൂടെ വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുള്ള അരിയുണ്ടല്ലോ, കൈമ റൈസ്, അത് നമുക്ക് വച്ചു കൊടുക്കാം. അതിന് മുന്നേ തന്നെ ഈ ഒരു ദോശക്കല്ല് നമ്മൾ എടുത്ത്, അല്ലെങ്കിൽ പാൻ, അതെടുത്ത് അടിയിൽ വയ്ക്കണം. എന്നിട്ട് ഈ ചിക്കൻ അതിൻ്റെ പുറത്ത് വയ്ക്കണം. കാര്യം അടി കൂട്ടി കരിഞ്ഞ് പുകഞ്ഞ് പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി അത് ചോറായതാണ്. പിന്നെ ഈ ചോറ് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇട്ടതിന് ശേഷം നമ്മൾ അതിൽ സവാളയെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം നമുക്ക് ഒന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ ചോറിടും. നമ്മൾ ദം ചെയ്യുമ്പോൾ തന്നെ. പക്ഷേ ഇവിടെ ചിക്കൻ അവസാനത്തെ ലെയറിൽ മാത്രമായിട്ട് ഞാൻ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഈ ചോറിൻ്റെ പുറത്തുകൂടെ ആ കറി വരുന്നതെന്ന് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. പിന്നെ വീണ്ടും റൈസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും ഗാർണിഷ് ചെയ്യുന്നു. പിന്നെ കുക്കർ മൂടി വയ്ക്കുമ്പോഴത്തേക്കും ആ വിസിലിടുന്ന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, അവിടെ ഞാൻ പുതിനയിലയുടെ ഒരു തണ്ടാണ് കുത്തി നിർത്തിയിരുന്നത്. ഇതിന് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പച്ച കളറിൽ
ബിരിയാണി, ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് മാത്രമല്ല, എനിക്കും തോന്നി നല്ല രുചിയുണ്ടായിരുന്നു. നല്ല പോലെ അത് കറക്റ്റായിട്ട് അരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓവർ കുക്ക്ഡ് ആയിരുന്നില്ല, നല്ല പോലെ അത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല മണവും ഉണ്ടായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻ്റ് ഇടണം. ലൈക്ക്